ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്താ വെച്ചാൽ കോർപ്പറേറ്റ്സിനെ കുറിച്ചാണ് കേട്ടോ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരുപാട് കമ്പനീസ് നമ്മുടെ ഇതുണ്ട്. അപ്പോൾ ആ തുച്ഛമായിട്ടുള്ള ആ ഒരു ശമ്പളം കൊണ്ട് ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഈ ഒരു 8,000 രൂപ അല്ലെങ്കിൽ ഈ ഒരു 9,000 അല്ലെങ്കിൽ 10,000 താഴെ ഈ ഒരു എമൗണ്ടോ എല്ലാവർക്കും കിട്ടുന്നുള്ളൂ. അതിപ്പോൾ എനിക്കറിയാം, ഇപ്പം കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്, ഇങ്ങനെ ഈ ഒരു ടെക്സ്റ്റൈൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്നത് 8,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇവർ രാവിലെ തന്നെ ഈ സാരിയൊക്കെ ഇടണം, എന്നിട്ട് വേണം ആ ഒരു ടെക്സ്റ്റൈൽസിലൊക്കെ ജോലിക്ക് പോകാൻ. അങ്ങനെ രാവിലെ തന്നെ ഒരു കഷ്ടപ്പെട്ട് കുട്ടികളൊക്കെ ആക്കിയിട്ട് ഇവർ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നിൽക്കണം. കാരണം ഇരിക്കാനൊന്നും അവർക്ക് സമയം കിട്ടില്ല. ഇരിക്കാൻ ചൂടൊക്കെ ഇപ്പോൾ നിർബന്ധമാണ്, പക്ഷേ അതിലൊന്നും ഇരിക്കാൻ എന്തായാലും അവർക്ക് പറ്റാറില്ല. ഫുൾ ടൈം നിന്നിട്ട് വർക്ക് ചെയ്തിട്ട് ഇവർക്ക് കിട്ടുന്നത് 8,000 10,000 ഒക്കെ എമൗണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ സോഫ്റ്റ്വെയർ കമ്പനീസ് ആണെങ്കിലും ട്രെയിനീസ് കാര്യങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് പറഞ്ഞാൽ 10 12 അങ്ങനെയുള്ള എമൗണ്ടാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അരി വാങ്ങാൻ തന്നെ നമുക്ക് നല്ലൊരു അരിക്കാണെങ്കിൽ 50 രൂപേൻ്റെ മുകളിൽ വരുന്നുണ്ട് 1 കിലോ അരിക്ക്. പിന്നെ സവോളയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ബീഫാണെങ്കിലും എല്ലാത്തിനും നമുക്ക് എമൗണ്ട്, നല്ല എമൗണ്ട്. നമുക്ക് ജീവിക്കാൻ തന്നെ നമുക്ക് വൻ എമൗണ്ട് വേണം. 105 രൂപയാണ് ഇപ്പം പെട്രോളിന്. അങ്ങനെ സകല സാധനത്തിന് വില കൂടുതലാണ്. ഈ ഒരു സകല സാധനത്തിന് വില കൂടുമ്പോഴും നമുക്ക് കൂടാത്ത ഒറ്റ കാര്യമുള്ളൂ, സാലറി. നമുക്ക് എത്ര ഉണ്ടെങ്കിലും നമുക്ക് വില കൂടിയാൽ പോലും സാലറി കൂടുന്നില്ല. ഒരു കമ്പനിയും സാലറി കൂടില്ല. 2-3 വർഷമൊക്കെ വർക്കെടുത്താൽ 2,000 ഒക്കെ എക്സ്ട്രാ കിട്ടിയാലായി. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ട് നമുക്കെന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട്. ഇതൊന്നും ആരും ചർച്ച ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു ബേസിക് ആയിട്ടുള്ള ശമ്പളം എല്ലാവർക്കും കൊടുത്തിരിക്കണം. അതൊരു 20,000 ഒരു മിനിമം 20,000 രൂപയെങ്കിലും എല്ലാവർക്കും കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ജോബ് കൊടുക്കാൻ നിൽക്കരുത്. കാരണം മിനിമം 20,000 കൊടുക്കാൻ കഴിയൂലെങ്കിൽ എന്ത് ചെയ്യാനാ? കാരണം ഏതൊരു അടിസ്ഥാന ഇപ്പം അയാൾ മാനേജർക്ക് ഇപ്പോൾ 50,000 60,000 70,000 കൊടുക്കുന്ന കമ്പനീസ് സെയിൽസ് സ്റ്റാഫിന് വേണ്ടി കൊടുക്കുന്നത് 8,000 9,000 ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ മാനേജറും ജീവിക്കുന്നത് ഈ സമൂഹത്തിലാണ്. മാനേജർ കഴിക്കുന്ന അരിയും ഈ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് കഴിക്കുന്ന അരിയും ഒക്കെ സെയിം തന്നെയാണ്. അപ്പം അല്ലാതെ നമ്മൾ സെയിൽസ് കഴിക്കുന്നത് റേഷനറി ഒന്നുമല്ലല്ലോ. മാനേജർ കഴിക്കുന്ന ഈ ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്കും വേണ്ടേ? മാനേജർക്ക് മാത്രം, അല്ലെങ്കിൽ അതിനും മുകളിലുള്ള ഓഫീസേഴ്സിന് മാത്രം നല്ല കാര്യങ്ങൾ പ്രൊഡക്റ്റും സാധനങ്ങളും വാങ്ങിയാൽ മതിയോ? പാവപ്പെട്ടവർക്കും വാങ്ങണ്ടേ? അതുകൊണ്ട് ഒരുപാട് വലിയ എമൗണ്ട് ഒന്നും കൊടുക്കാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് 20,000 എങ്കിലും 20K എങ്കിലും എല്ലാവർക്കും കൊടുക്കുക. അതൊരു സാമാന്യമായിട്ടുള്ള മര്യാദയായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ കാണാറുണ്ട്, ഇപ്പം ചേച്ചിമാരായാലും ചേട്ടന്മാരാണെങ്കിലും, ഒരിക്കലും ചേച്ചിമാർ മാത്രമല്ല കേട്ടോ, ചേട്ടന്മാരാണെങ്കിലും ചെറിയ പിള്ളേരാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞ് വരുന്ന പിള്ളേരാണെങ്കിലും അവർക്കൊക്കെ കിട്ടുന്നത് വളരെ എമൗണ്ട് കുറവ്. ചില 5,000 രൂപയ്ക്കൊക്കെ ITI കഴിഞ്ഞ ആൾക്കാർ ട്രെയിനീസ് എൻ്റെ ഫ്രണ്ട്സ് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഇവരൊക്കെ ഡെയിലി ഇവരാരോട് സംസാരിക്കാനാ? കേരളത്തിലെ പൊതുവേ ഉള്ള അവസ്ഥയാണിത്. ഇനിയിപ്പം കേരളത്തിൽ മാത്രമാണോ അറിയില്ല, പക്ഷെ കേരളത്തിലെ അവസ്ഥ ഇതാണ്. നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഈ ഒരു ശമ്പളം കുറവായതുകൊണ്ടാണ് എല്ലാവരും പുറത്തേക്കൊക്കെ പോയി പണിക്കൊക്കെ പോകുന്നത്. UAE-യിലും കാനഡയിലും അതുപോലെ തന്നെ UK-യിലൊക്കെ ഇവിടുന്ന് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ആ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെയൊക്കെ ഇവിടെ തന്നെ നിർത്താം. അവർക്ക് നാട് വിട്ട് പോകേണ്ട അവസ്ഥ വരുന്നില്ല. അപ്പോൾ ഒരു ഈക്വാലിറ്റി എന്ന സംഭവം എല്ലായിടത്തും വേണം. ഇപ്പോൾ മാനേജർക്ക് നിങ്ങൾ 60,000 70,000 1 ലക്ഷം കൊടുക്കുന്നുണ്ടെങ്കിൽ അത്ര കൊടുക്കണ്ടെന്നേ, അയാൾക്കൊരു കുറച്ച് എമൗണ്ട് കുറയ്ക്കുക. ഒരു 35,000 40,000 ആക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു 20,000 25,000 രൂപ അവർക്ക് ഈക്വാലിറ്റി കൊടുക്കുക. ഒരു റേഞ്ചിൽ നിന്നുള്ള റേഷ്യോ ഒരു 5,000 രൂപയൊക്കെ കുറച്ചാൽ മതി. 5,000 10,000 രൂപയൊക്കെ ഹയർ ഓഫീസേഴ്സിന് അത്രയൊക്കെ ഡിഫറൻസ് മതി. നമ്മുടെ PSC-യിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ കൊടുക്കുന്നത്. LD ക്ലർക്കിന് പോലും നല്ല ശമ്പളമാണ്. ഒരു ലോവർ തസ്തിക കയറിയാൽ പോലും നല്ല ശമ്പളം തന്നെയാണ്. അവരെങ്ങായിട്ട് ഒരു 10,000 എത്ര എമൗണ്ട് ഹയർ ഓഫീസേഴ്സിന് കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം തന്നെ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് മേഖലയിലും വരണം. കാരണം മാനേജർക്കും അതുപോലെ തന്നെ HR ഓഫീസേഴ്സിനൊക്കെ വലിയ ശമ്പളവും താഴെ കിടക്കുന്ന സ്റ്റാഫിന് കുറച്ച് ശമ്പളവും അവരെപ്പോഴും കൂലി തൊഴിലാളികൾ പോലെ കാണുന്ന ആ ഒരു സമീപനമൊക്കെ മാറണം.
എല്ലാവർക്കും അടിസ്ഥാന ശമ്പളം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയും വികസിക്കുള്ളൂ, നമ്മുടെ കേരളം വികസിക്കുള്ളൂ. അപ്പം അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഇതൊന്നും സംസാരിക്കാൻ ഒരു യൂട്യൂബേഴ്സും ഇല്ല, ഒരു മീഡിയാസും ഇല്ല, ഒരു ചാനൽസും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ ഒരു വിഷയത്തിൽ? നിങ്ങളോട് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എൻ്റെ അഭിപ്രായം ഇതാണ്, അടിസ്ഥാന ശമ്പളം ഒരു 20,000 എല്ലാവർക്കും ആക്കണം. അതിപ്പോൾ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു 15,000 to 20,000 ശമ്പളം എന്തായാലും അയാൾക്ക് കൊടുക്കണം. ഈ 5,000 8,000 രൂപ ദയവ് ചെയ്ത് ആർക്കും കൊടുക്കാതിരിക്കുക ശമ്പളമായിട്ട്. വളരെ മോശമാണ്. കാരണം ഈ 30 വർഷം പണിയെടുത്തിട്ട് ഇവർക്ക് കിട്ടുന്നത് 8,000 ആ ഒരു 5,000 രൂപയ്ക്ക് എന്ത് തികയാനാണ്? ബസ്സിന് വരാൻ തന്നെ വേണം ഒരു മാസം 1,000 1,500 രൂപ. പെട്രോൾ അടിച്ചാണ് വരുന്നതെങ്കിൽ അവർക്ക് വേണം 4,000 രൂപ പെട്രോൾ അടിക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കുക. ഫുഡിനാണെങ്കിൽ എക്സ്പെൻസ് കൂടുതലാണ്. അപ്പം അതൊക്കെ ഒന്ന് ആലോചിക്കാം. നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കണമെങ്കിൽ നല്ല എമൗണ്ട് വേണം. അപ്പം ഇതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യണം, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.